ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അസമിൽ 18,530 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഇന്ന് ഹിന്ദി ദിവസ്. രാജ്യത്തിന്റെ സ്വത്വത്തിന്റെയും മൂല്യങ്ങളുടെയും ഊർജ്ജസ്വലമായ പൈതൃകമാണ് ഹിന്ദിയെന്ന് പ്രധാനമന്ത്രി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഏഷ്യാകപ്പ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലെംബോറിയയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. ഭാവി സുരക്ഷാ നയത്തിൽ സുദർശന ചക്ര എന്ന ആശയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമായിരുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അസമിൽ 18,530 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വ്യാവസായിക വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ऑपरेशन सिंदूर को जबरदस्त सफलता मिली और लाल किले से मैंने कहा था, चक्रधारी मोहन को याद किया था, श्री कृष्ण को याद किया था और मैंने भविष्य की सुरक्षा नीति में एक सुदर्शन चक्र की कल्पना को लोगों के सामने रखा है. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ അസം സന്ദർശനമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ശക്തിപ്പെടുത്തുന്ന ദരാങ് മെഡിക്കൽ കോളേജ്, GNM സ്കൂൾ, BSc നഴ്സിംഗ് കോളേജ് എന്നിവ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഗുവാഹത്തി റിംഗ് റോഡ് പദ്ധതിക്കും ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള കുറുവ നാരംഗി പാലത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഗോലാഘട്ടിൽ അസം ബയോ എഥനോൾ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്ത് പരിഷ്കരിച്ച ചരക്ക് സേവന നികുതി നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. മുൻപ് 18% GST ഈടാക്കിയിരുന്ന ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായും നികുതി രഹിതമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ക്യാൻസർ, ഗുരുതര രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഗ്ലൂക്കോമീറ്ററുകൾ, തെർമോമീറ്ററുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളുടെയും GST 5% കുറച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ഹിന്ദി ദിവസിനോടനുബന്ധിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദി ആശയവിനിമയത്തിനുള്ള മാധ്യമം മാത്രമല്ല, രാജ്യത്തിന്റെ സ്വത്വത്തിന്റെയും മൂല്യങ്ങളുടെയും ഊർജ്ജസ്വലമായ പൈതൃകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ ഹിന്ദി ഭാഷയോടുള്ള വർദ്ധിച്ചുവരുന്ന ആദരവ് രാജ്യത്തിന് അഭിമാനവും പ്രചോദനവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റ് എല്ലാ ഇന്ത്യൻ ഭാഷകളോടൊപ്പം ഹിന്ദിയെ സമ്പന്നമാക്കാനും വരും തലമുറകൾക്ക് അഭിമാനത്തോടെ കൈമാറാനും പൗരന്മാർ ഒന്നിച്ചു ചേരണമെന്നും ശ്രീ മോദി ആഹ്വാനം ചെയ്തു. ഭാഷാപരമായ സ്വയം പര്യാപ്ത വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഹിന്ദി ഭാഷ പ്രധാന പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ദിവസ് ആഘോഷവേളയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. चाहे संयुक्त राष्ट्र संघ का मंच हो, चाहे G20 का सम्मेलन हो, SCO में संबोधन हो, मोदी जी ने हिंदी और भारतीय भाषाओं में संवाद कर भारतीय भाषाओं का स्वाभिमान बढ़ाया है. मोदी जी ने आजादी के अमृत काल में गुलामी के प्रतीकों से देश को मुक्त करने के लिए जो पंच प्रण लिए थे, उसमें भाषाओं की बड़ी भूमिका है. ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഷകൾക്കിടയിൽ ഹിന്ദി ഒരു സുപ്രധാന പാലമായി വർത്തിക്കുന്നുവെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സാങ്കേതികവിദ്യ, ശാസ്ത്രം, ഗവേഷണം എന്നിവയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി ഉയർന്നുവരുന്നു. 2014 മുതൽ ഔദ്യോഗിക ജോലികളിൽ ഹിന്ദി ഭാഷയുടെ ഉപയോഗം തുടർച്ചയായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ശ്രീ ഷാ ചൂണ്ടിക്കാട്ടി. ഇന്ന് ഹിന്ദി ദിവസ്. 1949 ഈ ദിവസമാണ് ഭരണഘടനാ അസംബ്ലി ദേവനാഗരി ലിപിയിലെ ഹിന്ദി ഭാഷ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 5ാമത് അഖില ഭാരതീയ രാജ്യഭാഷാ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രത്യേക സെഷൻ ഉൾപ്പെടെ വിവിധ ചർച്ചകൾ 2 ദിവസത്തെ സമ്മേളനത്തിൽ നടക്കും. ഹിന്ദിയും മറ്റ് ഇന്ത്യൻ ഭാഷകളും തമ്മിലുള്ള ഐക്യവും സംയോജനവും വർദ്ധിപ്പിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം.
പാർലമെന്റ്, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകൾ എന്നിവിടങ്ങളിലെ സ്ത്രീ ശാക്തീകരണ സമിതിയുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ ഇന്ന് തുടക്കം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവും സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, പാർലമെന്റിലെയും നിയമസഭകളിലെയും സ്ത്രീ ശാക്തീകരണ സമിതികളുടെ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് അനുശോചനമർപ്പിച്ച് ആദ്യ ദിനം സഭ പിരിയും. അടുത്ത മാസം 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രോഗം ബാധിച്ച 17-കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടി കുളിക്കാനിറങ്ങിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളം പൂട്ടി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 10 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണ് കേരള മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുന്ന അവസ്ഥയിലാണ് നിബന്ധനകളിൽ ഇളവ് വരുത്തിയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടാണ് സംസ്ഥാനം നിയമനിർമ്മാണം നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. കേരളത്തിൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നിയന്ത്രണം. ഏഷ്യാകപ്പ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്ക ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പ് 2025-ൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലെംബോറിയയ്ക്ക് സ്വർണ്ണ മെഡൽ. വനിതാ 57 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ പോളണ്ടിന്റെ ജൂലിയ സൈമറ്റയെ പരാജയപ്പെടുത്തിയാണ് ജെസ്മിൻ വിജയിച്ചത്. ഇന്ത്യയുടെ വനിതാ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ 3 മെഡലുകൾ നേടി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ആകെ 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇസ്രായേലിലേക്ക്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾക്കിടെയാണ് സന്ദർശനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും റൂബിയോയും സംയുക്തമായി ഇന്ന് ജെറുസലേമിൽ വെസ്റ്റേൺ വാൾ സന്ദർശിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഹമാസ് ബന്ദികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കൽ, ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് ഇസ്രായേലുമായി ചർച്ച ചെയ്യുമെന്ന് US സെക്രട്ടറി വ്യക്തമാക്കി. റഷ്യൻ ഡ്രോൺ റൊമാനിയൻ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് നാറ്റോ തങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള റഷ്യയുടെ തുടർച്ചയായ നുഴഞ്ഞുകയറ്റങ്ങൾ ഈ മേഖലയിൽ യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഡ്രോൺ ജനവാസ മേഖലകൾക്ക് മുകളിലൂടെ പറന്നിട്ടില്ലെന്നും ആശങ്ക വേണ്ടെന്നും റൊമാനിയൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം ഉറപ്പു നൽകി. യുദ്ധം മനഃപൂർവ്വം വ്യാപിപ്പിക്കുന്നതിനുള്ള റഷ്യയുടെ ശ്രമമാണിതെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ലണ്ടനിൽ ഇന്നലെ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിൽ 1,00,000-ലധികം പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെതിരെ പ്രതിഷേധക്കാർ വിമർശനമുയർത്തി. കുടിയേറ്റക്കാരെ തിരികെ അയക്കണമെന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രകടനം നടത്തിയ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയുഷ് മേഖലയിലെ വിവര സാങ്കേതിക വിദ്യ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തിലെ ദേശീയ ആയുഷ് ദൌത്യം കോട്ടയത്ത് ശില്പശാല സംഘടിപ്പിക്കും. ഈ മാസം 18, 19 തീയതികളിൽ നടക്കുന്ന ശില്പശാലയിൽ നിരവധി വിദഗ്ധർ പങ്കെടുക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊച്ചേട മുഖ്യ പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. അസമിൽ 18,530 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഇന്ന് ഹിന്ദി ദിവസ്. രാജ്യത്തിന്റെ സ്വത്വത്തിന്റെയും മൂല്യങ്ങളുടെയും ഊർജ്ജസ്വലമായ പൈതൃകമാണ് ഹിന്ദിയെന്ന് പ്രധാനമന്ത്രി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഏഷ്യാകപ്പ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലെംബോറിയയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.